മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USS എക്സാമിന് നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആസിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, സൂചകങ്ങൾ. അപ്പൊ ഇതിന്റെ നിറങ്ങൾ സാധാരണയായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ഏത് നിറം വരുമ്പോഴാണ് ആസിഡ് ആകുന്നത്, ഏത് നിറം വരുമ്പോഴാണ് അത് ബേസ് ആകുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മളോട് കൺഫ്യൂഷൻ അടിച്ച് നമുക്കറിയുന്നത് പോലും അറിയാണ്ട് പോകുന്ന, ഉത്തരം വിട്ടുപോരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇൻഡിക്കേറ്റർ അഥവാ സൂചകങ്ങൾ എന്താണ് മക്കളെ? നമുക്ക് ഒരു ആസിഡ് ആണോ ഒരു ബേസ് ആണോ? എല്ലാ ആസിഡുകളെയും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ ചിലത് നമുക്ക് എന്ത് ചെയ്യണം, ചില കളറുകളിലൂടെ, ചില കളർ മാറ്റങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇനി കളർ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല കേട്ടോ മക്കളെ, അതായത് ചില സ്മെല്ലിലൂടെ ഒക്കെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കളറിലൂടെ എങ്ങനെയൊക്കെയാണ് ആസിഡ് ബേസും തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസുകൾ ഉണ്ട്. എക്സാമ്പിൾസ് തന്നെ ഏത് കളർ വരുമ്പോഴാണ് ആസിഡ് വരുന്നത്, ഏത് കളർ വരുമ്പോഴാണ് ബേസ് എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ആളാണ്, എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ, ഞാൻ മലയാളത്തിൽ എഴുതാം, ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പറിൽ എന്തൊക്കെയാണ് കളർ വ്യത്യാസങ്ങൾ, ഏത് കളർ വരുമ്പോഴാണ് ആസിഡ്, ഏത് കളർ വരുമ്പോഴാണ് ബേസ് എന്ന് നമുക്ക് നോക്കാം. മക്കളെ, റെഡ് കളർ വരുന്ന സമയത്ത് അഥവാ ചുവപ്പ് കളർ വരുന്ന സമയത്ത് ഉറപ്പിച്ചോളൂ, ലിറ്റ്മസ് പേപ്പറിന് ചുവപ്പ് കളറാണ് കാണിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? ആസിഡ് ആയിരിക്കും. ഇനി ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളർ ആണ് കാണിക്കുന്നതെങ്കിൽ അഥവാ നീല കളറാണ് കാണിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? ബേസ് ആയിരിക്കും. ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമ്പർ 1. ഇനി രണ്ടാമതായിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സൂചകമാണ് മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത്. മീഥൈൽ ഓറഞ്ച് പഠിച്ചു വെച്ചോളാം മക്കള്. മീഥൈൽ ഓറഞ്ച്, മീഥൈൽ ഓറഞ്ച് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഏത് കളർ കാണിക്കുമ്പോഴാണ് ആസിഡ് ആവുന്നതെന്ന് അറിയോ? പിടിച്ചോ. മീഥൈൽ ഓറഞ്ച് റെഡ് കളർ കാണിക്കുന്ന സമയത്ത് എന്തായിരിക്കും, അഥവാ ചുവപ്പ് കളർ കാണിക്കുകയാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. ഇനി യെല്ലോ കളർ അഥവാ മഞ്ഞ കളർ കാണിക്കുകയാണെങ്കിൽ, യെല്ലോ അല്ലെങ്കിൽ മഞ്ഞ കളർ കാണിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ബേസുമായിരിക്കും. മാറിപ്പോകരുത് മക്കൾ, മാറിപ്പോകരുത്. അടുത്തത് മൂന്നാമതായിട്ട് വരുന്നു ഫിനോഫ്തലീൻ. ഫിനോഫ്തലീൻ എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്ത ഒരു ഇൻഡിക്കേറ്റർ ആണ്, സൂചകമാണ്. അപ്പൊ ഫിനോഫ്തലീൻ എന്ത് കളറാണ് കാണിക്കുക? ഫിനോഫ്തലീൻ. ഓക്കെ, പഠിച്ചു വെച്ചോളാം മക്കള്, പഠിച്ചു വെച്ചോളാം. ഫിനോഫ്തലീന്റെ കളർ, അതിൽ കളറിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ, കളർലെസ് ആണെങ്കിൽ, കളറിൽ പറ്റിയ മാറ്റമൊന്നുമില്ല, ആദ്യം നമ്മൾ ഒഴിച്ച കളർ തന്നെയാണ്, നിറമില്ല എങ്കിൽ, ഒരു കളറിലും മാറ്റമില്ല എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അത് എന്തായിരിക്കും? ആസിഡ് ആയിരിക്കും. അതേപോലെ തന്നെ പിങ്ക് കളറാണ് കാണിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് ബേസുമായിരിക്കും. കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിണ്ണം കാച്ചൊരു കോഡ് നമുക്കുണ്ട്, പഠിച്ചു വെച്ചോളൂ എല്ലാവരും. പാക്ക് ബി പി മോആർബി. രണ്ട് പ്രാവശ്യം കുടിച്ചില്ല, ഈ വണ്ടീൻ്റെ ഒക്കെ ഹോൺ അടിക്കുമ്പോൾ അല്ലേ? പാക്ക് ബി പി മോആർബി. എന്താണ് ഈ സാധനം സാറേ? എന്താണ് ഈ സാധനം? നമ്മളിപ്പോ പഠിച്ച സാധനം തന്നെയാണ്. നോക്കൂ, എല്ലാവരും നോക്കണേ. ഫിനോഫ്തലീൻ ആസിഡില് കളർലെസ് ആണ്, നിറമില്ല. ബേസിലാണെങ്കിൽ പിങ്ക് കളർ. എടാ അതല്ലടാ നമ്മളിവിടെ പഠിച്ചത്, അതല്ലടാ മക്കളെ ഇവിടെ പഠിച്ചത് നമ്മള്. ഇനി അടുത്തത് പാക്ക് ബി പി കഴിഞ്ഞ് മോആർബി. മീഥൈൽ ഓറഞ്ച് ആസിഡിലാണെങ്കിൽ റെഡ് കളർ, ചുവപ്പ് കളർ, ബേസിലാണെങ്കിൽ യെല്ലോ കളർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പഠിച്ചേക്കണം, ഇനി ഇത് നമുക്ക് നോക്കാനുള്ള സമയം ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക മക്കളെ. ഈ വരുന്ന ഫെബ്രുവരി 22-ാം തീയതി എല്ലാ കേരളത്തിലെ മുഴുവൻ USS വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓൺലൈനിൽ ഒരു മെഗാ മോഡൽ എക്സാം നമ്മൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, എക്സാം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ USS ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ള എല്ലാ വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. അപ്പൊ ഇപ്പം മെഗാ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ എന്താ ഗുണം? നമുക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, നമുക്ക് ഏത് കാര്യത്തിൽ കുറച്ചൊരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടുള്ള ടൈം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താ പറ്റും, ഈ മെഗാ മോഡൽ എക്സാമിന് നമുക്ക് എഴുതുന്നതിൽ കൂടി നമുക്ക് മനസ്സിലാവും. ഇനി അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്, സസ്പെൻസ്.
അപ്പോൾ ഫെബ്രുവരി 22 തീയതി കൃത്യം 7 മണിക്ക് ഓൺലൈനിലൂടെ നമ്മൾ എന്ത് നടക്കുന്നുണ്ട്, ഒരു USS മെഗാ മോഡൽ എക്സാം നടത്തുന്നുണ്ട്. ഇനി ഈ ഒരു മെഗാ മോഡൽ എക്സാം നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്കും ഇനി ബാച്ചിന്റെ പുറത്തുള്ള കുട്ടികൾക്കും ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്കും ഒക്കെ എഴുതാവുന്നതാണ് കേട്ടോ. ഒരു പ്രശ്നമില്ല, എല്ലാവരും എഴുതണം. USS പരീക്ഷ ചെയ്യുന്ന എല്ലാ കുട്ടികളും എഴുതട്ടെ. മറക്കരുത്, ഫെബ്രുവരി 22 തീയതി കൃത്യം 7 മണിക്കാണ് നമ്മൾ USSന്റെ മെഗാ മോഡൽ എക്സാം നടത്തുന്നത് എന്നുള്ള കാര്യം മറന്നു പോരുത്, ത്രൂ ഓൺലൈൻ. ഇനി ഇതെല്ലാം വെറുതെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു സസ്പെൻസ് ഉണ്ട്, വെറുതെ കുറെ പരീക്ഷ എഴുതി അങ്ങനെയല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സമ്മാനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. ഇതാ പിടിച്ചോ, ബെസ്റ്റ് സ്റ്റുഡന്റിന് 10,000 രൂപയും സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞില്ല, ഡിസ്ട്രിക്ട് ടോപ്പർ, നിങ്ങൾ ഏത് ഡിസ്ട്രിക്ട് ആയിക്കോട്ടെ, ആ ഡിസ്ട്രിക്റ്റിൽ 1ാം സ്ഥാനം കിട്ടുന്ന കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് 3000 രൂപയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇനി ടോപ്പ് 10 സ്റ്റുഡന്റ്, ആദ്യത്തെ 10 സ്റ്റുഡൻസിന് നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ISROയിലേക്ക് ഒരു ട്രിപ്പ് പോകട്ടെ, ISRO ഒക്കെ കണ്ടുവരട്ടെ. ഓക്കെ, അപ്പോൾ ഏതായാലും ശരി, ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എക്സാമിനോടൊപ്പം, എക്സാം എഴുതുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല, ഈ വരുന്ന 24 തീയതി, 24 22 നമ്മളെ മെഗാ മോഡൽ എക്സാം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ 24 തീയതിയും നമ്മളൊരു മെഗാ മോഡൽ USS എക്സാം നടത്തുന്നുണ്ട്. അപ്പൊ ഇത് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ബാച്ചിലുള്ള കുട്ടികൾക്ക് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. അയ്യോ സാറേ ഞങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തില്ല. എടാ, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇതാണ് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. USS ഉറപ്പിക്കാം എജുപോർട്ടിനൊപ്പം. ഇതാ നോക്കി നിങ്ങൾ, 99 രൂപയ്ക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത്. USSന്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങോട്ട് തരികയാണ് എജുപോർട്ട്. അപ്പോൾ ഫെബ്രുവരി 10 മുമ്പേ നിങ്ങൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 99, വെറും 99 രൂപ അടച്ചാൽ മതി. രജിസ്ട്രേഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മറക്കരുത്, 2 ഡേറ്റുകളിലാണ് നിങ്ങൾ ഓർക്കേണ്ടത്. 22 തീയതി എല്ലാ കുട്ടികൾക്കും എഴുതാം, നമ്മുടെ ബാച്ചിലുള്ളവർക്കും ബാച്ചിലില്ലാത്തവർക്കും എഴുതാം. പക്ഷേ 24 തീയതി നിങ്ങൾക്ക് ബാച്ചിലുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ ഇപ്പോൾ ഒരു ഓഫർ കൂടിയാണ്, നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. 99 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എജുപോർട്ട് USSനോടൊപ്പം, അല്ലെങ്കിൽ എന്താണ് USS എജുപോർട്ടിനോടൊപ്പം നമുക്ക് ആഘോഷിക്കാം. മറക്കരുത്, വീണ്ടും കാണാം. ഗുഡ് ബൈ.